എല്ലാവർക്കും സ്ഥാനങ്ങളിലിരിക്കാം. രാത്രികാലമാമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയങ്ങൾ മുൻപോട്ട് ഒരുപാട് പോയി. ആമേൻ ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ആമേൻ ദൈവവചനത്തിലേക്ക് കടക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആമേൻ ഹല്ലേലൂയ ഒരു വിഷയമാണ്. മുദ്രയുടെ ദേശത്ത് ആമേൻ ഇങ്ങനെ ദേശത്തിന് വേണ്ടി, ദേശത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഹല്ലേലൂയ ഒരു മീറ്റിംഗ് ആമേനോടെ ക്രമീകരിക്കണമെന്ന് അത് സ്വർഗ്ഗത്തിലെ ദൈവം ആമേൻ പ്രാർത്ഥന കേട്ടു. അതിനുള്ളതായിരിക്കുന്ന മുഖാന്തരങ്ങൾ കർത്താവ് ഒരുക്കി. ആമേൻ ഹല്ലേലൂയ. അതിനുള്ള വഴികൾ കർത്താവ് തുറന്നു തന്നു. ആമേൻ അതിനുള്ളതായിരിക്കുന്ന ആമേൻ യഥാസ്ഥാനങ്ങൾ കർത്താവ് തന്നു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാനിടയായി തീർന്നു. നമ്മൾ ഹല്ലേലൂയ ശനിയാഴ്ച വൈകിട്ട് 6 മണി 6:30 മുതൽ ഹല്ലേലൂയ 8:30 വരെ അവിടെ ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ ഒരു മീറ്റിംഗ് അവിടെ തുടർമാനമായി ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ആമേൻ ഹല്ലേലൂയ തുടർമാനമായി ആമേൻ ഈ ശനിയാഴ്ച വൈകിട്ട് അവിടെ ആരംഭിക്കും. ആമേൻ എല്ലാവരും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ നമ്മൾ ഹല്ലേലൂയ ഈ കടന്നു വരുന്ന നമ്മുടെ ആമേൻ ഹല്ലേലൂയ ദൈവമക്കളും ദൈവദാസന്മാരും ഒക്കെ ആമേൻ ഹല്ലേലൂയ നമ്മൾ ആത്മീകമായി വളരണമെന്നാണ് ആമേൻ ഹല്ലേലൂയ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ആമേൻ ഹല്ലേലൂയ. അതിനാണല്ലോ ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ നമ്മളെ ആമേൻ ഹല്ലേലൂയ ദൈവദാസന്മാരും ആമേൻ ഒക്കെ ആയിരിക്കും കൂടുതലും ആമേൻ ഹല്ലേലൂയ അവരായിരിക്കും മുൻഗണനയായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാ മീറ്റിങ്ങിൽ പുതിയതായി മീറ്റിംഗ് വെച്ചപ്പോൾ പുറത്തുനിന്ന് ആളുകളെ വിളിച്ച് ആമേൻ അന്നത്തെ മീറ്റിങ്ങിൽ മെസ്സേജുകളൊക്കെ പറയാൻ വിളിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആമേൻ അടുത്ത പുതിയതായി തുടങ്ങുന്ന മീറ്റിങ്ങിൽ പുറത്തുനിന്ന് ആരെയും വിളിക്കുന്നില്ല. നമ്മുടെ ഇടയിലുള്ള ദൈവദാസന്മാർ തന്നെ അന്നത്തെ മെസ്സേജ് ചെയ്യും. ആമേൻ ഉദ്ഘാടനം ചെയ്യും. ആമേൻ പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആമേൻ നമ്മുടെ കൂടെ ഈ ദേശങ്ങൾക്ക് വേണ്ടി ഇടുന്നത് പ്രാർത്ഥിക്കുവാൻ സഹകരിക്കുന്ന ആമേൻ ദൈവമക്കളായിരിക്കും, ദൈവദാസന്മാരായിരിക്കും ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. ആമേൻ നിങ്ങൾ ആ വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മൾ എങ്ങും ആമേൻ ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുത്. ആമേൻ പരാജയപ്പെട്ടു പോകാൻ ഇടയാകരുത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ നമ്മുടെ ദൈവദാസന്മാർ, നമ്മുടെ ദൈവ ആമേൻ സഹോദരങ്ങളൊക്കെ ആമേൻ ഒരു വാക്ക് ആമേൻ ഹല്ലേലൂയ മറ്റുള്ള ഇടങ്ങളിൽ സംസാരിക്കുമ്പോൾ വലിയ കൃപയോടുകൂടെ ദൈവ സാന്നിധ്യത്തിൽ ദൈവശക്തിയോടെ ആ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ ബലപ്പെടുത്തിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ആമേൻ നമ്മൾ ഇങ്ങനെ അടങ്ങിയിരിക്കുവാനുള്ളവരല്ല. ആമേൻ കർത്താവ് പറഞ്ഞത് ആമേൻ നിങ്ങൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവെ ആമേൻ അഭിഷേകത്തെ പ്രാപിച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ എഴുന്നേറ്റ് ആമേൻ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോകണം. ആമേൻ ആമേൻ ഹല്ലേലൂയ. സകലരെയും എൻ്റെ സാക്ഷിയാക്കി മാറ്റുവാൻ നിങ്ങൾ പോകണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചെങ്കിൽ ആമേൻ നമ്മൾ ആരും അടങ്ങിയിരിക്കുവാനുള്ളവരല്ല, ഒതുങ്ങിയിരിക്കുവാനുള്ളവരല്ല. ആമേൻ നമ്മൾ പല പ്രസ്ഥാനത്ത് നിൽക്കുന്നവരായിരിക്കും. ആമേൻ ഹല്ലേലൂയ. ആമേൻ കർത്താവിനുമായിട്ടുള്ള ബന്ധത്തിൽ പ്രസ്ഥാനമില്ല. ആമേൻ ഹല്ലേലൂയ പാരമ്പര്യമില്ല. ആമേൻ ഹല്ലേലൂയ കർത്താവും നമ്മളും മാത്രമാണ്. ഹല്ലേലൂയ. പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ ജീവിത പാരമ്പര്യമാണ്. ജീവിത കാര്യങ്ങൾക്ക് നമുക്ക് പ്രസ്ഥാനങ്ങൾ വേണം. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും വേണം. പക്ഷേ യേശുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രസ്ഥാനത്തെ പിടിക്കരുത്, നമ്മൾ പാരമ്പര്യത്തെ പിടിക്കരുത്. ആമീൻ. പാരമ്പര്യവും പ്രസ്ഥാനങ്ങളൊന്നും നമ്മളെ എന്ത് ചെയ്യത്തില്ല, അങ്ങെത്തിക്കത്തില്ല. ആമീൻ. നമ്മളെ അങ്ങെത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആമീൻ. കർത്താവ് പറഞ്ഞ ആ മൂന്നാമനായവൻ നമ്മളോട് കൂടെയുണ്ട്, നമ്മളെ സംരക്ഷിച്ച് അങ്ങെത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ആ കർത്താവിനെ എത്രത്തോളം നമുക്ക് മഹത്വപ്പെടുത്താൻ കഴിയുമോ അങ്ങനെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമീൻ ഹല്ലേലൂയ നോട്ടീസ് ഉണ്ട്. ആമീൻ. അത് ഹല്ലേലൂയ അത് കഴിയുമ്പോൾ നിങ്ങളുടെ കൈ തരാം. ആമീൻ. നിങ്ങൾ ആ നോട്ടീസ് വെച്ച് പ്രാർത്ഥിക്കണം. ആമീൻ ഹല്ലേലൂയ. ആ ദേശത്ത് ആമീൻ വളരെ വളരെ ദുർഘടമായിരിക്കുന്ന ഒരു ദേശമാണ്. ദുർമരണങ്ങളും ആമീൻ ഹല്ലേലൂയ ചെറുപ്പക്കാരുകളൊക്കെ നമ്മുടെ ഈ ദേശത്തെക്കായും അപ്പുറമായ നിലവാരത്തിൽ ആമീൻ മദ്യപാനത്തിലും ആമീൻ അങ്ങനെ ആമീൻ ഏത് സമയവും ആമീൻ ചീട്ടുകളിലും വെറുക്കൂത്തുകളിലും ആയിരിക്കുന്ന ഒരു വല്ലാത്ത ദേശമാണ് ആ ദേശം. ആ ദേശത്ത് ആമീൻ ആ ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ ദേശത്ത് ചിലതിനെ തൊടണം. ആമീൻ. ദൈവം ആ ദേശത്ത് ചില ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതങ്ങളെ കർത്താവ് കൊണ്ടുവരണം. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. ഈ പ്രാർത്ഥന ആമീൻ ഹല്ലേലൂയ ആരംഭിക്കുവാൻ ആമീൻ തുടങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമീൻ ആ ഭാഗത്തുള്ള ചില വ്യക്തികളെ ആമീൻ നേരത്തെ ആമീൻ ഹല്ലേലൂയ റോഡിലും ആമീൻ കനാലിന്റെ സൈഡിലും ഒക്കെ ആമീൻ നടന്നു വരുന്ന വഴിക്ക് അവിടെ കിടന്നുറങ്ങി ആമീൻ ഹല്ലേലൂയ പിറ്റേന്ന് നേരം വെളുക്കും വീട്ടിൽ പോകുന്നവരൊക്കെ ആമീൻ ഹല്ലേലൂയ ആമീൻ നേരത്തെ വീട്ടിലെത്തുന്ന ഹല്ലേലൂയ ദിനങ്ങളാണ് ഇപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന അവിടെ നടത്തണമെന്ന് വളരെ ആഗ്രഹത്തോടെ ആമീൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു നായർ കുടുംബത്തിൽ നിന്ന് ആമീൻ മറ്റൊരു സമുദായത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആമീൻ ആ വ്യക്തിയുടെ അകത്തളങ്ങളിൽ വലിയ സന്തോഷമുണ്ടായി. നമ്മുടെ ഈ പ്രാർത്ഥനയിൽ വന്ന് നമ്മൾ ഒരുമിച്ച് ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പം ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ആ മനുഷ്യൻ പറഞ്ഞതാണ്, എൻ്റെ ദേശത്ത് ആമീൻ എൻ്റെ ആ ഭാഗത്ത് എൻ്റെ വീട്ടിൽ ആമീൻ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആമീൻ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കിത്തരാം. ഈ ദേശത്തും ഇങ്ങനെ ഒരു പ്രാർത്ഥന വേണമെന്ന് അങ്ങനെ ഉള്ള ഒരു ജാതീയ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയെങ്കിൽ ആമീൻ ദൈവം ആമീൻ ഹല്ലേലൂയ ചുമ്മാതിരിക്കത്തില്ല. ദൈവം അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയിൽ. ഞാൻ ഇന്ന് ശനിയാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അവിടെ ഒരു ചർച്ചിൽ പോകാൻ അടുത്തൊരു ചർച്ചിൽ പോകുവാനിടയായിരുന്നു. അവിടെ നോട്ടീസ് കൊടുക്കുവാനും അവിടുത്തെ ദൈവദാസനെ കാണുവാനും അവിടുത്തെ ജനത്തെ കാണുവാനും വേണ്ടി ഞാൻ അവിടെ പോയി. ഞാൻ അവിടെ ചെന്നപ്പം ആമീൻ ഹല്ലേലൂയ വലിയൊരു ഹോള് ആമീൻ ഏകദേശം ഒരു 200 പേർക്ക് ഇരിക്കത്തക്കോളം വലിയൊരു ഹോള് ആമീൻ. അതിനകത്തളങ്ങളിൽ വലിയ ഒരു 6 പേർക്ക് ഒരുമിച്ചിരിക്കത്തക്കോളമുള്ള ബെഞ്ചുകൾ ആമീൻ ഹല്ലേലൂയ ഇങ്ങനെ പുറകിൽ 3 വീതം ഇട്ടിട്ടുണ്ട് ആമീൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഈ ബെഞ്ചുകളിലൊക്കെ അതിനകത്തെല്ലാം ആളായിരുന്നു പാസ്റ്റർ, ഇതിനകത്തെല്ലാം ആളായിരുന്നു, നിറച്ചാളായിരുന്നു. പക്ഷേ ഇപ്പൊ അതിനെ അന്ധകാര ശക്തി ശൂന്യമാക്കി നടന്നു. ആമീൻ. ഞാൻ ചെന്നപ്പോൾ 4-5 പേരെ മാത്രം അതിനകത്തുള്ളൂ. വലിയ ജനക്കൂട്ടത്തെ ആമീൻ ഹല്ലേലൂയ അതിനകത്തളങ്ങളിൽ ദൈവം കൊണ്ടുവന്നു. പക്ഷേ അന്ധകാര ശക്തി അതിനെ ഹല്ലേലൂയ മൊത്തത്തിനെ ഇളക്കി ദൂരെ കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഐക്യതയില്ലാത്ത ആമീൻ ആരാധനകളായാൽ ആമീൻ ഹല്ലേലൂയ എങ്ങും അടിസ്ഥാനം ഉറയ്ക്കത്തില്ല. ആമീൻ. ഐക്യതയുണ്ടോ ദൈവം അവിടെ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആമീൻ. നമുക്ക് ആ ദേശത്തെ വഹിച്ച് പ്രാർത്ഥിക്കാം. ആലയങ്ങളൊക്കെ ആമീൻ ഹല്ലേലൂയ ജനത്തെ കൊണ്ട് നിറയട്ടെ. ദൈവപ്രവൃത്തി ആ ദേശങ്ങളിൽ വെളിപ്പെടട്ടെ, കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ആമീൻ. മാതാപിതാക്കന്മാരുടെ കൈവിട്ടുപോയ തലമുറകൾ മാതാപിതാക്കന്മാരുടെ അടുക്കിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. സമാധാനമില്ലാത്ത ആമീൻ ബന്ധങ്ങൾ വേർവിട്ടു പോകുവാൻ ഹല്ലേലൂയ അറ്റു നിൽക്കുന്ന കുടുംബങ്ങൾ ഹല്ലേലൂയ പിന്നെയും ആമീൻ ബന്ധങ്ങളിൽ ഉറയ്ക്കട്ടെ, സ്നേഹത്തിൽ ഉറയ്ക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതിനൊക്കെയാണല്ലോ കർത്താവ് നമ്മളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചത്. ആമീൻ ഹല്ലേലൂയ. ആ ദേശത്തെ വഹിച്ച് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ഹല്ലേലൂയ. അടുത്ത ശനിയാഴ്ച ആമീൻ ഹല്ലേലൂയ നിങ്ങൾക്ക് കഴിയുന്നവർ ആമീൻ ഹല്ലേലൂയ മീറ്റിംഗ് കടന്നു വരിക, സഹകരിക്കുക. നമുക്ക് ഒരുമിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം തുടർന്നുള്ളതായിരിക്കും സമയങ്ങൾ. ആമീൻ ഹല്ലേലൂയ. സമയങ്ങൾ ഒരുപാട് പോയതുകൊണ്ട് ആമീൻ ഹല്ലേലൂയ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് ആമീൻ സംസാരിക്കാൻ സമയമില്ല. ആമീൻ. ഇന്ന് ദൈവദാസന്മാരുടെ ഹല്ലേലൂയ ഒരാൾ ഹല്ലേലൂയ ദൈവവചനം നമ്മളോട് സംസാരിക്കും ഇന്ന് രാത്രികാലം. ആമീൻ ഹല്ലേലൂയ. ആമീൻ ഹല്ലേലൂയ. കുറച്ച് ആഴ്ചകളായ ശേഷമാണ് ശിംശോൻ ഭാഷ നമ്മുടെ ഇടയിലുള്ളത്. ഇന്ന് രാത്രികാലം ആമീൻ തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങൾ ആമീൻ ദൈവവചനം ആമീൻ ഹല്ലേലൂയ ദൈവദാസൻ നമ്മളോട് കൈമാറും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി മുൻപോട്ട് ദൈവദാസനെ ആമീൻ ക്ഷണിക്കുന്നു. ഒരുമിച്ച് കരങ്ങളെ തട്ടി ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു രാത്രിയും കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചില ദിവസത്തിന് ശേഷം, ചില ആഴ്ചകൾക്ക് ശേഷം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിസംബർ മാസം ഒരു ആഴ്ചയാണ് ഇവിടെ കടന്നു വരാനിടയായി തീർന്നത്. പിന്നെ സഭകളിലും മറ്റ് മീറ്റിങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് കടന്നു വരാൻ കഴിഞ്ഞില്ല. ദേവാസൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയും ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി. നമ്മുടെ നിമിഷങ്ങളിൽ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന
കർത്താവിൽ ബഹുമാനിയായ ദൈവത്തിൻ്റെ ദാസൻ പ്രിയ ജോസ് പാസ്റ്റർ, എൻ്റെ കൂടെ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ടൈറ്റസ് പാസ്റ്റർ, പ്രിയ ദൈവത്തിൻ്റെ ദാസൻ സുധ പാസ്റ്റർ തുടങ്ങിയുള്ള ഭക്തന്മാരായിരിക്കുന്ന സഹോദരന്മാരായിരിക്കുന്ന പ്രിയ ദൈവമക്കൾ, പ്രിയ കുഞ്ഞുങ്ങൾ, അകത്തും ഇവിടെയും ഇരിക്കുന്ന പ്രിയ മാതാക്കൾ, സഹോദരിമാർ, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും പ്രാവശ്യം കൂടി ക്രിസ്തുവിലുള്ള വന്ദനം കൈമാറുന്നു. രാത്രിയും കൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തിട്ടും സമയം നമ്മുടെ മുൻപിൽ പറയാൻ്റെ വേഗത്തിൽ ഒരു വേദഭാഗം വായിച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായി വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. സഭാപ്രസംഗി 11:1. എൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാനുണർന്നു ശോഭിക്കുക. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാനുണർന്നു ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാൽ. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാത്തിടുമ്പോൾ തുറന്നിടുക നൽനീരുറവ. ഞാനിരുന്നേറ്റു ശോഭിക്കുവാൻ ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാത്തിടുമ്പോൾ തുറന്നിടുക നൽനീരുറവ. ഞാനിരുന്നേറ്റു ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാൽ. ആമേൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാൽ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിക്കാൻ ആത്മാവിനാലെ വൻശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിക്കാൻ ആത്മാവിനാലെ വൻശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. ഓ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാൽ. 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 സന്തോഷമുള്ള ദൈവമക്കൾ
കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന സമയം ഒത്തിരി മുന്നോട്ട് കടന്നു പോയിരിക്കുകയാണ്, എനിക്കറിയാം. എങ്കിലും ഈ ദിവസങ്ങൾ വളരെ പ്രത്യാശയോടെ ഈ പാട്ടുകൾ ഞാൻ എൻ്റെ യാത്രയിലും എൻ്റെ പോക്കിനും വരവിലും ഒക്കെ ഞാൻ പാടി അങ്ങ് ആശ്വസിക്കുന്ന ഒരു പാട്ടാണ്. പലപ്പോഴും പഴയ പാട്ടുകളാണ് ഞാൻ പാടുന്നത്. പക്ഷേ എങ്കിലും ഈ പാട്ട് ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിന് ഒത്തിരി സന്തോഷം പകരുവാനിടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവാസിയുടെ ഒരു വാക്ക് പറഞ്ഞല്ലോ, അന്ധകാരത്തിന്റെ ശക്തികളെ നാം ജയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും ജയിക്കാൻ താല്പര്യമില്ല. നമ്മൾ ജയിച്ചില്ലെങ്കിൽ അന്ധകാര ശക്തി ജയിക്കും, എന്നിട്ടും ഒരു താല്പര്യമില്ല. കൂടെ ആ കാര്യം അങ്ങനെ പോട്ടെ, ആ കാര്യം വിടുന്നു. ഇന്ന് രാത്രി വായിക്കപ്പെട്ട തിരുവചനം വളരെ സുപ്രധാനമാണ്. ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക്, ഈ പുസ്തകത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്നും ഇന്ന് രാത്രി പോകാൻ സമയമില്ല. പണ്ടൊരിക്കൽ ഒരു ദൈവാസൻ ഇങ്ങനെ പറയാനിടയായിത്തീർന്നു, എനിക്ക് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട്, ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു അപ്പച്ചൻ പറഞ്ഞു, പക്ഷേ ആഴത്തിലേക്ക് ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, 1 മണിയാകുമ്പോൾ കയറി വരണേ, 1 മണിയാകുമ്പോൾ ഇനി കയറി വരണം എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ആഴത്തിലോട്ട് ഇറങ്ങാൻ സമയമില്ല. കാരണം സമയത്തിന്റെ പരിമിതി നമ്മുടെ മുന്നിൽ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ വേഗത്തിലോട്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഇവിടെ വായിക്കപ്പെട്ട തിരുവചനം ഇങ്ങനെയാ വായിച്ച, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് നിനക്ക് കിട്ടും. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് കർത്തദാസൻ പറഞ്ഞതുപോലെ സഭാ സംഘടനയെല്ലാം മറന്ന് അതിരുവരമ്പുകളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മുട്ടുകൾ മടക്കി ദൈവത്തിൽ ആയിരിക്കുന്ന ദൈവമക്കളോട് ഈ രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിന്റെ അപ്പത്തെ ഈ ദിവസങ്ങളിൽ വെള്ളത്തിന്മേലെറിയാം. അപ്പത്തെ വെള്ളത്തിന്മേലെറിഞ്ഞാൽ അത് ഏത് വെള്ളമാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവായിരിക്കുന്ന വെള്ളത്തിന്റെ, പ്രാർത്ഥനയായിരിക്കുന്ന അപ്പത്തെ, കണ്ണുനീരായിരിക്കുന്ന അപ്പത്തെ, ഉപവാസമായിരിക്കുന്ന അപ്പത്തെ, ആരാധനയായിരിക്കുന്ന അപ്പത്തെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിലേക്ക് എറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ കർത്താവ് തിരികെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന വിഷയങ്ങൾ ഏത് തന്നെ ആയിരുന്നാലും അത് തിരികെ തരുന്ന ഒരു കർത്താവിനെ ഇന്ന് രാത്രി നാം ആരാധിക്കുന്നു. നാം ദൈവസന്നിധിയിൽ എങ്ങനെ കൊടുക്കുന്നുവോ അതുപോലെ ദൈവം നമുക്ക് തിരികെ തരും. നാം അളക്കുന്ന അളവിനാണ്, നാം കൊടുക്കുന്ന ആ കൊടുപ്പിന്റെ ആ ആധിക്യത്തിനനുസരിച്ചായിരിക്കും ദൈവാത്മാവ് നമ്മുടെ പക്കലേക്ക് തരുന്നത്. ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ, ഏകാഗ്രതയോടെ, താഴ്മയോടെ, വിനയത്തോടെ ദൈവത്തിൽ ആത്മാവിൽ ആരാധിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ആരാധിക്കുന്നത് തക്ക പ്രതിഫലം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ പക്കലേക്ക് തരും. നാം ആരാധിക്കാതെ, പ്രാർത്ഥിക്കാതെ, കണ്ണുകൾ തുറന്ന് കൈയടിക്കാതെ ആത്മാവിൽ നാം ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അങ്ങനെ മറുപടി ലഭിക്കത്തുള്ളൂ. കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും മറുപടിയില്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് നാം കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നില്ല. എന്തു കൊടുക്കുന്നില്ല? ശക്തിയും ബഹുമാനവും ആരാധനയും ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ, കർത്താവ് പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് താമസം നേരിടും. പിന്നെ താമസം നേരിട്ടിട്ട് കൂടെ ഇരിക്കുന്ന ദൈവമക്കളെയും കൂടെ സഹകരിക്കുന്ന ദൈവദാസന്മാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മറുപടി ലഭിക്കാത്തത് എന്റെയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ, ആരാധനയുടെ കുറവാണെന്ന് ഇന്ന് രാത്രി സമ്മതിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും പലയിടത്തും കടന്നു നോക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ആരാധിക്കാൻ സമയം ലഭിക്കുമ്പോൾ ആരാധിച്ചു കൊള്ളണം, പ്രാർത്ഥിക്കാൻ സമയം ലഭിക്കുമ്പോൾ പ്രാർത്ഥിച്ചോണം, കൈയടിക്കാൻ സമയം ലഭിക്കുമ്പോൾ കൈയടിച്ചോണം. പ്രാർത്ഥിക്കാൻ സമയം തരുമ്പോൾ
കണ്ണടച്ചാത്മാവിൽ പ്രാർത്ഥിച്ചു കൊള്ളണം. ഞാൻ എന്നപ്പോൾ എല്ലാവർക്കും പറഞ്ഞത് എന്റെ കാര്യം പറയുന്നത് കൊണ്ട് ആർക്കും വിരോധമില്ലല്ലോ. പ്രാർത്ഥനയ്ക്ക് വരാൻ വിളിച്ച പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, ആരാധനയ്ക്ക് വിളിച്ച ആരാധനയ്ക്ക് വരത്തില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരു വ്യക്തി ഞാൻ നേരിട്ട് കണ്ടു, കൈയടിക്കണമെന്ന് താല്പര്യമുണ്ട്, കൈയടിക്കാൻ പറ്റത്തില്ല, കൈ ഇത്രയും പൊങ്ങത്തുള്ളൂ. പാട്ട് പാടണമെന്ന് താല്പര്യമുണ്ട്, നാം അനങ്ങത്തില്ല. എന്താണെന്നറിയാമോ? ചില ദിവസം ഐസിയിലോട്ട് കയറി, ചില ദിവസം ഐസിയിലോട്ട് കയറി, ഐസിയിൽ പുറത്താക്കി വീട്ടിൽ വന്നപ്പോൾ ആഗ്രഹം കൈയടിക്കണം. പറ്റുന്നില്ല, പറ്റുന്നില്ല, പറ്റുന്നില്ല. ഈ ദിവസങ്ങൾ ദൈവമക്കളോട് ഞാൻ ഇന്ന് രാത്രി ഉപദേശിക്കുന്നു, കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കാൻ ദൈവം അവസരം തരുമ്പോ കൈയടിച്ചു കൊള്ളണം. ഡോക്ടർ പറയും കൈ അടിക്കരുത് കേട്ടോ, നാവ് അനക്കരുത് കേട്ടോ, കാലനക്കരുത് കേട്ടോ എന്നൊരു വാക്കിന്റെ മുൻപിൽ നാം പകച്ചു നിൽക്കാൻ ഇടയാകാതെ ലഭിക്കുന്ന സമയങ്ങളിൽ നാം ദൈവത്തെ ആരാധിച്ചു കൊള്ളേണം. ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ വളരെ വൻ ശക്തിയാ അമേരിക്ക എന്ന് പറയുന്നത്. ആരെയും പേടിയില്ലാത്ത രാജ്യമാണ്. ഇപ്പോൾ അമേരിക്ക കിടന്ന് അയ്യം വിളിക്കുകയാണ്. കാരണം കാട്ടുതീ പറന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുക. അവിടെ കാട്ടുതീയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മറ്റൊരു കാര്യമായിരിക്കാം, മറ്റൊരു ഭാഗമായിരിക്കാം കടന്നു വന്നത്. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ എന്റെയും കൂടാരത്തിനകത്ത്, നാം ജീവിക്കുന്ന സ്ഥലത്ത്, നാം ജീവിക്കുന്ന പട്ടണത്തിൽ, നാം ആയിരിക്കുന്ന ഗ്രാമങ്ങളിൽ ഒന്നും വരുത്തില്ലെന്ന് ആരും വിചാരിക്കരുത്. അടുത്ത നിമിഷം നമ്മുടെ ഗ്രാമത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തിനേറെ പറയുന്നു, ചെറിയ ഒരു കൊതുക് മതി, ചെറിയൊരു കൊതുക്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ ഭയന്നുകൊണ്ടിരിക്കുക. അടുത്ത വൈറസ് വന്നു. ഇന്നലെ ഒരു വ്യക്തി പറഞ്ഞു കേൾക്കണോ, കോവിഡിന്റെ ചേട്ടൻ വന്നു, കോവിഡിന്റെ ദേശം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുക. അങ്ങ് കേരളത്തിന്റെ പല ജില്ലകളിലേക്ക് വ്യാപിച്ചു. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തു തുടങ്ങി. അടുത്ത നിമിഷം ആ ദേശം നമ്മുടെ കൊല്ലം ജില്ലയിലേക്ക് കയറി നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് അകപ്പെട്ടു പോയാൽ എന്താ ഗതി എന്നറിയാമോ? നമ്മുടെ പഞ്ചായത്ത് അധികൃതർ, നമ്മുടെ മെഡിസിൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയും, ഇനി മാസ്ക് ഇട്ടോണം, കൈ കൊടുക്കരുത്, കാര്യം പറയരുത്, അടുത്തിരിക്കരുത്, പള്ളിയിൽ പോകരുത്. ഇതാണ് അവർ അവസാനം പറയുന്നത്. എല്ലാം സഹിക്കാം, അവസാനം പറയും പള്ളിയിൽ പോകരുത്. നമുക്ക് ദൈവമക്കളായിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം അത് തന്നെ ആഗ്രഹിക്കുന്നത്, പള്ളി പോകാതെ ഇരിക്കാൻ പറഞ്ഞെങ്കിൽ നാം പറയുന്നത് പള്ളി പോകാതെ ഇരിക്കാൻ പറഞ്ഞായിരുന്നു. പ്രിയ ദൈവമക്കളെ, അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്താ വന്ന് ഭവിക്കും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വായിക്കപ്പെട്ട തിരുവചനത്തിലേക്ക് ഞാൻ കയറി വരിക. ഈ ദിവസങ്ങളുടെ അപ്പത്തെ എടുത്ത് വെള്ളത്തിൽ മേലെറിയുക. 2024 വർഷത്തിൽ നീ പല വിഷയവും ഒരുപക്ഷെ ഈ ലോകത്തിലേക്ക് എടുത്തെറിഞ്ഞു. ആ എടുത്തെറിഞ്ഞ സമയത്ത് പരിശുദ്ധാത്മാവായിരിക്കുന്ന വെള്ളത്തിലേക്ക് നീ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ 25 പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അതിന്റെ മറുപടി നിന്റെ കൂടാരത്തിനകത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടുവരാനിടയായിത്തീരും. ഒരുപക്ഷെ ഏത് വിധത്തിലാണ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് വിധത്തിലാണ് ആ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം തന്ന് ദൈവം നമ്മെ മാനിക്കും. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാതെ ലോകജാതിയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈ ലോകത്തിന്റെ അധികാരിയുടെ കയ്യിലേക്കാണ് കൈമാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ അനുഗ്രഹത്തിന് വേണ്ടി പ്രതീക്ഷിക്കരുത്, നന്മയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കരുത്. അതിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത് അനുഗ്രഹമല്ല, നന്മയല്ല. അതിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത് നാം പ്രതീക്ഷിക്കുന്ന കാര്യത്തിന് വിപരീതമായ പ്രാർത്ഥനയ്ക്കെതിരെയുള്ള, ആരാധനയ്ക്കെതിരെയുള്ള ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വന്നു കയറുന്നത്. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ വിഷയത്തെ കൊടുക്കാൻ പറ്റുമോ? പ്രാർത്ഥനയായിരിക്കുന്ന അപ്പത്തെ ദിവസങ്ങളിൽ വെള്ളത്തിന്മേലൊന്ന് എറിയണം. എറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലകളിൽ പ്രാർത്ഥിച്ച, ഇന്നലകളിൽ ആരാധിച്ച, ഇന്നലകളിൽ ഉപവസിച്ച, ഇന്നലകളിൽ ക്രിസ്തീയ ഐക്യ കൂട്ടായ്മയിൽ വന്ന് പറഞ്ഞ് ദൈവദാസൻ പ്രാർത്ഥിച്ച വിഷയത്തിന് 2025
പറഞ്ഞ് തീരുകയില്ല കേട്ടോ. അതിനുള്ള മറുപടി നമ്മുടെ പക്കൽ കർത്താവ് തരാനിടയായി. അളക്കുന്ന അളവിനാൽ കൊടുക്കുന്ന ആ കൊടുപ്പിനനുസരിച്ച് നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ്. തിരുവഴുത്തുകൾ നമുക്കറിയാമല്ലോ. ആ വിശുദ്ധ തിരുവഴുത്തിൽ പറഞ്ഞു, വിതയ്ക്കുന്ന എങ്ങനെ വിതയ്ക്കുന്നു, എങ്ങനെ അളക്കുന്നു, അതനുസരിച്ച് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തി തരുന്ന ദൈവമാണ്. അബ്രഹാമിന്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ, അബ്രഹാം ഒരു ദിവസം മമ്രയുടെ തോപ്പിലേഖനായിരിക്കുമ്പോൾ ഒരു 3 ദൂതന്മാർ അത് വരുന്നുണ്ട്. അവരെ സൽക്കരിച്ച് അവിടെ ഇരുത്തിയതിനു ശേഷം ഓടിച്ചെന്ന് ഇടങ്ങഴി മാവ് വീതം എടുത്ത് തന്റെ ഭാര്യയായ സാറായുടെ പക്കലേക്ക് ഏൽപ്പിച്ചു. അവൾ അത് വേഗത്തിൽ അപ്പം ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് മുൻപ് നല്ല 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 എന്താ നമ്മൾ പറയുന്നത്, നല്ല ഇറച്ചി രുചികരമായിരിക്കുന്ന ഇറച്ചിയും പാകം ചെയ്ത് ഈ ദൈവിക ദൂതന്മാരുടെ പക്കലേക്ക് ഏൽപ്പിച്ചു. അവർ കഴിച്ചു, അവർ തൃപ്തരായി മടങ്ങിപ്പോയി. പക്ഷെ അബ്രഹാം ചിന്തിച്ചില്ല, ഇതെല്ലാം കർത്താവ് തന്റെ ടൈം ടേബിളിൽ എഴുതിയിട്ടെന്ന് ചിന്തിച്ചില്ല എന്ന് പറയുമ്പോൾ അടുത്ത കാലഘട്ടം വന്നപ്പോ ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നടന്നു നീങ്ങി മുൻപോട്ട് കടന്ന് ചെങ്കടലൊക്കെ കഴിഞ്ഞ് മുൻപോട്ട് കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ ഇടങ്ങഴി മാവ് വീതം നിങ്ങൾ ശേഖരിച്ചു കൊള്ളണം. എന്തിനാണെന്ന് അറിയാമോ? ഇടങ്ങഴി വീതം നിങ്ങൾ പെറുക്കാവൂ എന്ന് പറഞ്ഞത് കാരണം ചില നാളുകൾക്ക് മുൻപ് ദൈവിക ദൂതന്മാർ കയറി വന്നപ്പോൾ അബ്രഹാം ആളെന്ന് തിട്ടപ്പെടുത്തി തന്റെ ഭാര്യയുടെ പക്കലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മുടെ വീട്ടിൽ ഒരു നിവാസം വരുമ്പോൾ നമുക്ക് നല്ലതുണ്ടെങ്കിൽ നമ്മൾ മാറ്റിവെക്കും, നല്ലതുണ്ട് മാറ്റിവെക്കും. അത് പിള്ളേരുടെ ഫീസിന് വേണ്ടിയോ കറണ്ട് ബില്ല് അടയ്ക്കാനോ ഫോൺ ബില്ല് അടയ്ക്കാനോ മറ്റു യാത്രകൾക്കെല്ലാം മാറ്റിവെച്ചെന്ന് പറയും, ഇത് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് ചിന്തിക്കരുത്. സ്ഥലമൊന്നും പറയത്തില്ല. ഞാൻ ഒരിടത്ത് ഒരു പ്രാർത്ഥനയിൽ കടന്നുപോയി. അവിടെ നമ്മൾ കൊടുക്കുന്ന കാര്യം പറയില്ല. ഒരു 10 രൂപ നോട്ട് അത് മൊത്തം അത് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുക. ഞാനത് ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. എന്തിനാ സൂക്ഷിക്കുന്ന അറിയാമോ? നമ്മൾ ദൈവനാമത്തിന് കൊടുത്താൽ നമുക്ക് കൊടുക്കാൻ ഒട്ടിച്ചതും മുറിഞ്ഞതും അറ്റം പോയതും ഒക്കെ നമുക്കുള്ളൂ. പക്ഷേ ശ്രേഷ്ഠമായത് കൊടുത്താൽ നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നവനായ ദൈവമാണ്. ഒത്തിരി ഒന്നും കൊടുക്കണ്ട, ഉള്ളത് കൊടുത്താൽ മതി. ഉള്ളത് കൊടുത്താൽ ദൈവശ്രേഷ്ഠകരമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ നോക്കൂ, അബ്രഹാം അളന്ന് തിട്ടപ്പെടുത്തി അങ്ങോട്ട് ദൂതന്മാർക്ക് കഴിക്കാൻ കൊടുത്തപ്പോൾ ദൈവം തന്റെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഇടങ്ങഴി വീതമേ പെറുക്കാം. നമ്മൾ എന്താണെന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നു, ദൈവം അതുപോലെ ആണെന്ന് നമുക്ക് അങ്ങോട്ട് തരും. ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ, ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ അപ്പത്തെ എടുത്ത് വെള്ളത്തിന്മേൽ എറിയുക. പ്രാർത്ഥനയായിരിക്കുന്ന അപ്പത്തെ ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാനല്ല പറയുന്നത്, സ്നേഹിതന്റെ കയ്യിലേക്ക് കൊടുക്കാനല്ല പറയുന്നത്, ഇവിടുത്തെ സാമുദായിക സംഘടനയുടെ കയ്യിൽ കൊടുക്കാനല്ല, നീതിന്യായ കോടതിയുടെ മുന്നിൽ കൊടുക്കാനല്ല. പരിശുദ്ധാത്മാവ് പറയുന്നത്, പരിശുദ്ധാത്മാവായിരിക്കുന്ന എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ തിരുവഴുത്തുകൾ പറയുന്നത്, നിനക്ക് പ്രയാസമുള്ള വിഷയം അത് എന്തു തന്നെ ആയാലും ഏത് തന്നെ ആയാലും എന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അടുത്ത ഭാഗം പറഞ്ഞു കേട്ടോ, ഞാൻ അത് തീർത്തു തരും. നോക്കൂ, എന്ത് തന്റെ ഇടത്തോടെയാണ് ദൈവാത്മാവ് പറയുന്നത്, എന്റെ കർത്താവ് പറയുന്നത്, ഞാനത് തീർത്തു തരും. നമ്മൾ തീർക്കാൻ മറ്റൊരാളുടെ മുമ്പിൽ ഓടിപ്പോകണ്ട, ലോകജാതിയുടെ മുമ്പിൽ ഓടിപ്പോകണ്ട, ന്യായാധിപന്റെ മുമ്പിൽ ഓടിപ്പോകണ്ട. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് വിഷയങ്ങൾ ദൈവസന്നിധിയിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ ദൈവം തീർത്തു തരുന്ന ദൈവമോ. ഒരുപക്ഷെ നാം വിചാരിക്കും അതിന് മറുപടിയില്ല എന്ന് വിചാരിച്ചാലും പരിശുദ്ധാത്മാവ് പറയും, അത് ഏറെ കഴിഞ്ഞാലും, അല്പ ദിവസങ്ങൾ മുൻപോട്ട് നടന്നു നീങ്ങിയാലും, അല്പ ദിവസങ്ങൾ കഴിഞ്ഞാലും അത് നിനക്ക് തിരികെ തരുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ ഈ ഐക്യക്കൂട്ടായ്മയിൽ നമ്മൾ ഉയർത്തുന്നത് കേട്ടോ.
ദേശത്തിന് വേണ്ടി, ദേശത്തിന് ആത്മാക്കൾക്ക് വേണ്ടി ആത്മാക്കളെ ഓർത്ത് ദൈവദാസൻ ഈ ദിവസങ്ങളിൽ ചില അപ്പങ്ങളെടുത്ത് പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാ. ദൈവാത്മാവ് അടുത്ത ദിവസങ്ങളിൽ അത് തിരികെ ആത്മാക്കളായി ദേശത്തിന്റെ വിവിധമായ ഇടങ്ങളിൽ ആരാധിക്കാൻ വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവാത്മാവ് അടുത്ത ദിവസങ്ങളിൽ ചില ജീവിതങ്ങളായി തിരികെ കൊടുക്കാനിടയായിത്തീരും. അതുകൊണ്ടാണല്ലോ നെല്ലിക്കുന്നം തുടന്തലയിൽ തുടങ്ങിയ മീറ്റിംഗ് ഇവിടം വരെത്തി. ഇവിടുന്ന് പടർന്ന് പന്തലിച്ച് ഇനി വീണ്ടും നെല്ലിക്കുന്നത്തേക്ക് എത്തി. പിന്നെയും അത് വ്യാപിച്ചു കൂടുന്നില്ല. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം, ദൈവത്തിന്റെ പക്കലേക്ക് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാരമേറിയ ഏത് വിഷയമായിരുന്നാലും, ഒരുപക്ഷെ തലമുറയുടെ വിഷയമായിരുന്നാലും, സഭയുടെ വിഷയമായിരുന്നാലും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത വിഷയമായിരുന്നാലും, ഇന്നലകളിൽ ഒരുപക്ഷെ രോഗം നിന്നെ തളർത്തിക്കൊണ്ട് രോഗത്തിന്റെ ശയ്യയിൽ നിന്നെ കിടത്തിയാലും, പ്രിയ ദൈവമക്കളെ, എന്റെ കർത്താവിന്റെ പക്കലേക്ക് കൊടുക്കാൻ കഴിയുമോ? കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് അതുപോലെ തിരികെ തരുന്ന ദൈവം അതിനേക്കാൾ വ്യത്യസ്തമായി, അത് നാം വിചാരിക്കുന്നതിന് നിരക്കുന്നതിന് അത്യന്തപരമായി അധികമായി തരുന്ന ഒരു സർവശക്തനായ ഒരു ദൈവം ഇന്ന് രാത്രി ഒത്തിരി ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് ഓർമ്മ തരിക. ഞാൻ ആ ഭാഗങ്ങളെല്ലാം വെട്ടി ചുരുക്കുക. ഒരു കാര്യം ഞാനൊന്ന് പറയാം. 21-ാം അധ്യായത്തിലെ ഉൽപ്പത്തി 21-ലേക്ക് ഓടി വരുമ്പോൾ അവിടെ ഇത് അബ്രഹാമിന്റെ കൂടാരത്തിൽ നിന്ന് ഒരു സ്ത്രീയെ, ഹാഗറിനെ അബ്രഹാം ആ പടിയിറക്കി വിടുകയും, പടിയിറങ്ങി അവൾ മുന്നോട്ട് കടന്നു വരുമ്പോൾ അവളുടെ കയ്യിൽ ശേഷിപ്പുള്ളത് ഒരു തുരുത്തി വെള്ളം, അപ്പം, ഒരു കുരുമുള. ഇത് മൂന്നും ശേഖരിച്ചുകൊണ്ട് അവൾ ഇറങ്ങിത്തിരിച്ച് മുൻപോട്ട് കടന്നു വരുമ്പോൾ ബർശബ എന്ന മരുഭൂമിയിൽ അവൾ വന്നു. അവിടെ വന്നിട്ട് അവിടെ തിരുവെടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, അവൾ ഉഴർന്ന് നടക്കാനിടയായിത്തീർന്നു എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിയവളെ പോലെ അവൾ നടന്നു. എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്നലകളിൽ അവർക്ക് അഭയമായി നിന്ന, ആശ്രയമായ അബ്രഹാമിന്റെ കൂടാരം വിട്ടിറങ്ങി. അബ്രഹാം അവൾ ഇറക്കി വിട്ടു. ഇനി അങ്ങോട്ട് തിരികെ ചെല്ലാൻ പറ്റുകയില്ല. സ്നേഹിതന്മാരുണ്ടായിരുന്നു, ആടുമാർ ഒട്ടക സമ്പത്തിനെ അത് സൂക്ഷിക്കുന്നവരുണ്ടായിരുന്നു, ഇടയന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന ഏകയായിരിക്കുകയാണ്. പക്ഷെ അവിടെ ഏകയായിരിക്കുമ്പോൾ തിരുവെഴുത്തുകൾ ഇങ്ങനെയാ പറയുന്നത്, കുട്ടിയുടെ മരണം അടുത്ത നിമിഷം ഉറപ്പാണ്. കാരണം വെള്ളം തീർന്നുപോയി, ആഹാരം തീർന്നുപോയി, ഇനി ആഹാരമില്ല, വെള്ളവുമില്ല. കുഞ്ഞിന്റെ മരണം ഉറപ്പാണ്. ഇനി കുഞ്ഞിന്റെ മരണം എനിക്ക് കാണേണ്ട എന്ന് കരുതി ഈ കുഞ്ഞിനെ 50 പാട് ദൂരത്ത് കൊണ്ട് കിടത്തിയിട്ട് ഇവൾ എന്ത് ചെയ്തെന്നറിയാമോ? ഉറക്കക്കരഞ്ഞപ്പോൾ ഇന്ന് രാത്രി നേരത്തെ പറഞ്ഞതുപോലെ അവൾ ഉറക്കക്കരഞ്ഞത് ആരോടാണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവായിരിക്കുന്ന ദൈവത്തോട് അവൾ ഉറക്കക്കരഞ്ഞു. അവളുടെ വിഷയം, ഉറക്കക്കരഞ്ഞ വിഷയം അവർ വെള്ളത്തിന്മേലെ കൊണ്ട് എറിയാനിടയായി തീർന്നു. അടുത്ത നിമിഷം അവിടെ കേൾക്കുന്നത് ബാലൻ നിലവിളിച്ചു. നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ നിലവിട്ടു വിളിച്ചെന്നതിന്റെ അർത്ഥം. നമ്മൾ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ നിലവിട്ട് അങ്ങ് വിളിച്ചോണം എന്ന് പറഞ്ഞാൽ താഴെയുമല്ല മുകളിലുമല്ല. ഇത് നിലയില്ലാത്ത ആഴമുള്ള വെള്ളത്തിൽ നിൽക്കുന്നത് പോലെ അവൻ നിലവിട്ടങ്ങ് വിളിച്ചു. വിളിച്ചപ്പോൾ ഇതാ സ്വർഗം തുറന്ന് കർത്താവ് താഴേക്ക് നോക്കിയപ്പോൾ ഇതാ ഒരു മകനും അമ്മയും കൂടെ, അമ്മ ഉറക്കക്കരയുന്നു, മകൻ നിലവിളിക്കുകയാ. അടുത്ത നിമിഷം അവിടെ അപ്രതീക്ഷിതമായ സംഭവം നടക്കാൻ പറ്റാത്തൊരു സംഭവം, ഇന്നലെ നടന്നിട്ടില്ലാത്തൊരു സംഭവം. ഇത് അടുത്ത നിമിഷം നോക്കുമ്പോൾ ഇതവർ നീരുക അവരെ പൊട്ടിപ്പുറപ്പെടാനിടയായിട്ടുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആരാധിക്കുന്ന ദൈവമക്കളെ, ഉറക്കക്കരയാൻ കഴിയുമോ? നിലവിട്ട് കരയാൻ കഴിയുമോ? നിലവിട്ട് വിളിക്കാൻ കഴിയുമോ? ഈ ദിവസം അസാമാന്യമായ ഒരു ദൈവപ്രവൃത്തി ഭവനത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവായിരിക്കും. അസാമാന്യമായ ഒരു ദൈവഭക്തി ദേശത്തിന്റെ മുന്നിൽ പരിശുദ്ധാത്മാവായിരിക്കും, നിശ്ചയം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി സഭാപ്രസംഗി പറയുന്നത്, നിന്റെ അപ്പത്തെ എടുത്ത് വെള്ളത്തിന്റെ
ആ അപ്പം എടുത്ത് പരക്കകത്ത് ആരും കാണാതെ വയ്ക്കാനല്ല ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നത് വെള്ളത്തിൽ മേലെറിഞ്ഞോണം. ഏത് വിഷയമായിരുന്നാലും ആരാലും പരിഹരിക്കാൻ പറ്റാത്തത്, ആരാലും മറുപടി തരാൻ പറ്റാത്തത്, ആരാലും ഉത്തരം തരാൻ കഴിയാത്ത വിഷയങ്ങൾ ഏതായിരുന്നാലും എഴുത്തുകൾ വായിക്കുമ്പോൾ 2 രാജാക്കന്മാർ 6-ാം അധ്യായം 6-7 വാക്യമാണെന്ന് തോന്നുന്നു ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് കോടാലി ഊരി വെള്ളത്തിൽ പോയപ്പോൾ അത് എവിടെയാ പോയെന്ന് പ്രവാചകൻ ചോദിച്ചു. എവിടെയാ വീണത്? വീണ സ്ഥലം കാണിച്ചപ്പോൾ ആ പ്രവാചകനായ ദൈവത്തിന്റെ ദാസൻ ഒരു കോൽ വെട്ടി ആ ഭാഗത്തേക്ക് എറിയാനിടയായിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും 2025 എവിടെയാ വീണുപോയെന്ന് നല്ല പ്രവാചകനായിരിക്കുന്നു എന്റെ കർത്താവിനോട് പറയാൻ പറ്റുമോ? പ്രാർത്ഥനയായിരിക്കുന്ന സ്ഥലത്താണോ നിങ്ങൾ വീണത്? ആരാധനയായിരിക്കുന്ന സ്ഥലത്താണോ വീണുപോയത്? ആത്മീയ കൂടിവരവാന്റെ ആ ഭാഗത്താണോ വീണുപോയത്? ഈ ദിവസങ്ങളിൽ വീണുപോയത് കിടക്കാമല്ലോ ആത്മാവെന്നെ നിങ്ങളെ കുറിച്ച് ദർശിക്കുന്നത്. വീണെടുത്തു നിന്ന് ഉയർന്നു വരുവാൻ, പൊങ്ങു വരുവാൻ ദൈവാത്മാവ് ദർശിക്കുകയാണ്. അങ്ങനെ വരണമെങ്കിൽ വീണ ഭാഗം, പ്രാർത്ഥനയായിരിക്കുന്ന കുറവുള്ള ഭാഗത്ത് വീണു പോയിട്ടുണ്ടെങ്കിൽ 2024 നമുക്ക് കുറവുള്ള വർഷമാണെങ്കിൽ 25 അത് പൂർത്തീകരണത്തിന്റെ വർഷമാണ്. അബ്രഹാം നീണ്ട നാളുകൾ 75 വർഷം ഒരു തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ 100-ാമത്തെ വയസ്സിൽ അവന് ദൈവം ഒരു തലമുറയെ കൊടുത്തെങ്കിൽ 25 വർഷം എന്ന് പറയുന്നത് ഒരു പൂർത്തീകരണത്തിന്റെ വർഷമാണ്. ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, അഭിഷക്തന്മാരെ, കൂട്ടുവിശ്വാസികളെ, ഈ 25 എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഒരു പൂർത്തീകരണത്തിന്റെ ദിനമായിരിക്കും. 25 എന്ന് പറയുന്നത് ഈ വർഷം നമ്മുടെ ഭവനത്തിനകത്ത് എല്ലാത്തിനെയും അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കും. ഒരുപക്ഷെ 24-ൽ സംഭവിച്ചില്ല. കാരണം 24-ൽ സംഭവിച്ചില്ല. 100-ാമത്തെ വയസ്സിന് ദൈവത്തിന്റെ ദാസനായ അബ്രഹാമിന് ഒരു മകനെ ദൈവം കൊടുക്കുന്നത്. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്ന ചില വിഷയമുണ്ടല്ലോ, 25-ന് പൂർത്തീകരണം കാണുമോ? ദൈവാത്മാവ് എന്റെ കണ്ണുകളെ തുറക്കാനിടയായി തീരും. പ്രാർത്ഥിക്കേണ്ടത് ഉറച്ച പ്രാർത്ഥിക്കാൻ ഈ ദിവസം ജനം മുൻപോട്ട് കടന്നു വരാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് 25 വർഷം ദൈവത്തിന്റെ ആത്മാവ് തന്നെങ്കിൽ ചില പൂർത്തീകരണത്തിന്റെ ദിനങ്ങൾ, പൂർത്തീകരണത്തിന്റെ വിഷയങ്ങൾ, പൂർത്തീകരണത്തിന്റെ കാര്യങ്ങൾ ദൈവാത്മാവ് കാണും, അത് തരും എന്ന് വെച്ച തലമുറയുടെ ദൈവാത്മാവ് ഈ പൂർത്തീകരണം 25-ൽ സംഭവിച്ചിരിക്കും. തലമുറകളുടെ മുൻപോട്ടുള്ള വഴികൾക്ക് 25-ൽ പൂർത്തീകരണമായിരിക്കും. ഭവനത്തിനകത്ത് ചില വിഷയത്തിന് മുന്നിൽ ഒരു പൂർത്തീകരണമായിരിക്കും. ഇന്നലകളിൽ പ്രാർത്ഥിച്ച വിഷയത്തിനും 25 പൂർണ്ണതയുടെ ദിവസമായിരിക്കും. വിശ്വസിക്കാൻ പറ്റുമോ ദൈവമക്കളെ? ഇന്ന് രാത്രി ആത്മാവിൽ എറിഞ്ഞു ആത്മാവിൽ വിഷയങ്ങൾ ഉന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പക്കലേക്ക് കൊടുത്തോ. ഈ ദിവസങ്ങളിൽ ഒരു പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയോ. അപ്പത്തെ ഈ ദിവസങ്ങളിൽ വെള്ളത്തിന്റെ എറിയാൻ താല്പര്യമാണ്. ദൈവം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനിടയായിത്തീരും. ദൈവ സന്നിധിയിൽ നാം എന്ത് കൊടുത്താലും അതിന് ഇരട്ടി പ്രതിഫലത്തോടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തും. നാം കൊടുക്കുന്നതൊന്നും ദൈവം ഒരിക്കലും മറന്നു കളയത്തില്ല. ഇന്ന് എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം ഇതാണ്. അവിടെ ദൈവത്തിന്റെ 1 രാജാക്കന്മാരെ 18-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ ഓബദ്യാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവിടെ ഇങ്ങനെ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ ദൈവഭക്തൻ. ഈ ദൈവഭക്തനായ മനുഷ്യൻ അവൻ ചെയ്ത ഒരു കാര്യം, ഇസബേലിന്റെ കാലത്ത്, ആഹാബിന്റെ കാലത്ത് ഇസബേലിന്റെ ആൾക്കാർ പ്രവാചകന്മാരെ, ദേവദാസന്മാരെ കൊന്നു കളയുമെന്ന് ആജ്ഞ പുറപ്പെടുവിച്ച് കൊന്നുകൊണ്ടിരിക്കുമ്പോൾ 50 പേരെ വെച്ച് ഒരു ഗുഹയിൽ പാർപ്പിച്ചിട്ട് അവിടെ ആഹാരം കൊടുക്കാനിടയായി.
ഞാനൊരു ചരിത്ര പുസ്തകത്തിൽ വായിച്ചത്, ഞാൻ പറയും തെറ്റാണെങ്കിലും ക്ഷമിക്കാൻ, ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. ആ ഓബദ്യാവിന്റെ ഭാര്യയാണെന്നാ പറയുന്നത്. 2 രാജാക്കന്മാരെ 4-ാം അധ്യായത്തിൽ വിധവയെ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ചരിത്രം പഠിക്കുമ്പോൾ ഈ ഓബദ്യാവിന്റെ ഭാര്യയായ ഓബദ്യ മരിച്ചു. അതിനുശേഷം ഈ ഭാര്യ വിധവയായിരിക്കുമ്പോൾ ഇന്നലകളിൽ ഭർത്താവായിരിക്കുന്ന ഓബദ്യാവ് ദൈവദാസന്മാർക്ക് വേണ്ടി കൊടുത്തതും വാങ്ങിച്ചതും അവരെ പോഷിപ്പിച്ചതിനും ഒക്കെ ചില കടഭാരങ്ങൾ അവളുടെ ജീവിതത്തിന്മേൽ അലതല്ലി കടന്നു വന്നു. അതിനവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പിടിച്ചു നിൽക്കാൻ അസാധ്യതയില്ലാത്ത കാര്യമാണ്. പക്ഷേ അവൾ ദൈവത്തിന്റെ ദാസനാണ് ഏലിശയോട് പറഞ്ഞു. ഏലിശ വന്ന് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിന്റെ വീട്ടിൽ എന്തുള്ളൂ? പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ ഒന്നും ശേഷിക്കുന്നില്ല. ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞൊരു വാക്ക് കേൾക്കണോ? നീയും നിന്റെ മക്കളും ആ വീടിനകത്ത് കയറി വാതിലടച്ച് വെറും പാത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീടിനകത്ത് കയറി നീയും നിന്റെ മക്കളുമായി അകത്തിരുന്നോണം. ഇരുന്ന് പ്രാർത്ഥിച്ചോണമില്ല. ഞാൻ എന്റെ വാക്ക് പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളണം. പ്രാർത്ഥിക്കുമ്പോൾ ഈ എണ്ണ കവിയുവാനിടയായി തീരും. എണ്ണ നീ പകർന്നു കൊള്ളണം. പകർന്ന് മാറ്റി വെച്ചിട്ട് കടം നിങ്ങൾ വിറ്റ് ശേഷിപ്പ് വരുത്തിക്കോണം. ഇന്ന് രാത്രി എനിക്ക് അതിൽ കൂടെ നിന്ന് പറയാനുള്ളത്, ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവ മക്കൾക്ക് വേണ്ടി നാം എന്തെങ്കിലും കരച്ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി, പ്രിയ ദൈവമക്കളെ, എന്റെ ദൈവമാണെന്ന് പോകുന്ന ദൈവമല്ല. എന്റെ ദൈവം മറക്കത്തില്ല. ഒരുപക്ഷെ ഞാൻ മറക്കും, നിങ്ങൾ മറക്കും. മറക്കാത്തവരായ ഒരു ദൈവമുണ്ട്. ദൈവം അതാണെന്ന് തിട്ടപ്പെടുത്തി തന്റെ ടൈം ടേബിൾ കുറിച്ചു വച്ചിരിക്കുന്നു. അവിടെ തിരുവെടുത്ത് പറയുന്നത്, ദൈവദാസൻ വരുത്തി വെച്ച വിനയെന്ന് പറയാൻ പറ്റത്തില്ല. ആ സാമ്പത്തിക കടഭാരം ദൈവത്തിന്റെ ദാസനാണ്. ഏലിശ പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു? ഞാൻ കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? അവൾ വിധവയാ, അവൾക്ക് സഹായത്തിന് ആരുമില്ല. അടുത്ത നിമിഷം മക്കളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകും. ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് അടുക്കലേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞ വാക്ക്, ഞാൻ വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ? നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയ ദൈവദാസന്മാർക്ക് വേണ്ടി കൈമാറിയപ്പോൾ, ദൈവമക്കൾക്ക് വേണ്ടി കൈമാറിയപ്പോൾ എന്റെ ദൈവം മറന്നില്ല കേട്ടോ. മാറി എന്ന് പകലാ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് കൃപ നൽകി. ആ കൃപ ചെറുതല്ല കേട്ടോ. ഇന്ന് രാത്രി, പ്രിയ ദൈവമക്കളെ, ഈ ഭൂമി ഞാൻ ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ തൊട്ട് മേലെ ചെറിയ ഇടപെട്ടു. ഞാനതിങ്ങനെ മറ്റൊരു ഭാഗത്ത് പോയി പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് വന്നത്, ഒരുപക്ഷെ ദൈവനാമത്തിന് വേണ്ടി ഞാനാകട്ടെ, നിങ്ങളാകട്ടെ, ദൈവദാസന്മാരാകട്ടെ, ആരും ആകട്ടെ, എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും എന്റെ സഭയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഗ്ലാസ് വെള്ളമുണ്ട്, പ്രിയ ഗ്ലാസ്സിലേക്ക് തരികയാണ്. ഈ തരുന്ന വെള്ളം, ഈ വെള്ളത്തിനും ദൈവം ഒരു കണക്ക് വെച്ചിട്ടുണ്ട്, അളന്ന് വെച്ചിട്ടുണ്ട്, പ്രതിഫലം വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞു, ഈ വെള്ളം അങ്ങോട്ട് കിച്ചണിൽ കൊണ്ടുപോയി, അടുക്കളയിൽ കൊണ്ടുപോയി ഒന്ന് ചൂടാക്കി അല്പം പൊടിയും അല്പം പഞ്ചസാരയും ഇട്ടുകൊണ്ട് വന്നാൽ ദൈവം എത്രമാത്രം അനുഗ്രഹിക്കും അറിയാമോ? പച്ചവെള്ളം കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി, പ്രിയ ദൈവമക്കളെ, ദൈവനാമത്തിന് വേണ്ടി, ദൈവനാമം പറഞ്ഞ് അഭിഷക്തന്മാരെ, ദൈവദാസന്മാരെ നിങ്ങൾ തീറ്റിപ്പോറ്റിട്ടുണ്ടെങ്കിൽ, കൊടുത്തിട്ടുണ്ടെങ്കിൽ, കൈമാറിയിട്ടുണ്ടെങ്കിൽ, ആരും അറിയാതെ നന്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്റെ ദൈവം അത് പകരുവാൻ 25-ൽ ദൈവത്തിന്റെ ആത്മാവ് അവസരം തരും കേട്ടോ. പകർന്ന് മാറ്റാൻ എന്റെ ദൈവം അവസരം തരും. ചില കടഭാരങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റും. ചില സാമ്പത്തികമായ വിഷയങ്ങൾ 25-ൽ ദൈവത്തിന്റെ ആത്മാവ് അത് എടുത്തു മാറ്റുന്നുണ്ട്. എങ്ങനെയാ മുമ്പോട്ട് നടന്നു നീങ്ങുന്നതെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഈ 25 അതിന്റെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി, പ്രിയ മക്കളെ, അപ്പത്തെ വെള്ളത്തിന്മേലെന്നറിയാൻ പോകാം. പരിശുദ്ധാത്മാവേ വെള്ളത്തിലേക്ക് എറിഞ്ഞാൽ അത് മുങ്ങിപ്പോകത്തില്ല, താഴ്ന്നു പോകത്തില്ല. എന്റെ കർത്താവ് അത് ഇരട്ടി പ്രതിഫലത്തോടെ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ കരങ്ങളിലേക്ക് തരും. നേരത്തെ ഒരു വാക്ക് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു.
അത് രോഗമായിരിക്കുന്ന അപ്പമാണെങ്കിൽ, കടഭാരമായിരിക്കുന്ന അപ്പമാണെങ്കിൽ, തലമുറയായിരിക്കുന്ന അപ്പമാണെങ്കിൽ, ഭവനത്തിന്റെ വിഷയമായിരിക്കുന്ന അപ്പമാണെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ജോലിയുടെ ബന്ധത്തിലുള്ള അപ്പമാണെങ്കിൽ, ഈ ദിവസങ്ങളിൽ കൂട്ടുകാരുടെയോ സ്നേഹിതരെയോ ബന്ധുമിത്രാദികളുടെ കരങ്ങളിലേക്കല്ല ദൈവമക്കളെ കൊടുക്കേണ്ടത്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തോളും, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് എറിഞ്ഞോളും. എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇരട്ടി പ്രതിഫലത്തോടെ മടക്കി നിന്റെ കയ്യിലേക്ക് തരുന്നൊരു ദൈവത്തെയാ ഇന്ന് രാത്രി ഞാനിവിടെ ഉയർത്തി കാണിക്കുന്നത്. വാക്കുകൾക്ക് വിരാമം കൊടുക്കും. അതുകൊണ്ട് ജീവന്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ദിവസങ്ങളിൽ നാം ധരിച്ചു, ജീവന്റെ അപ്പമായിരുന്ന ക്രിസ്തുവിനെ നാം ഭക്ഷിച്ചു കൊള്ളണം. ജീവന്റെ അപ്പമായിരുന്ന ക്രിസ്തുവിന്റെ ശരീരം നാം ഭക്ഷിച്ചാൽ, അവിടെ രക്തം നാം പാനപാത്രം കുടിച്ചാൽ, ഈ ദിവസങ്ങൾ ആത്മശക്തിയോടെ നാം കുതിച്ചെഴുന്നേൽപ്പാനിടയായി തീരും. ദൈവത്തിന്റെ യേശുവിന്റെ ശരീരം ഭക്ഷിച്ച്, കർത്താവിന്റെ രക്തം കുടിച്ച്, ആത്മാവിൽ ബലപ്പെട്ട് മുൻപോട്ട് കടന്നുപോകാൻ ഇന്ന് രാത്രി പാടിയ പാട്ട് ചില അന്ധകാലത്തിന്റെ ശക്തികൾ ദൈവാത്മാവ് എടുത്തു മാറ്റും. പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത വിഷയങ്ങൾ, കരഞ്ഞിട്ട് മറുപടിയില്ലാത്ത വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റി ഒരു അനുഗ്രഹത്തിന്റെ ദിനമാക്കി, അനുഗ്രഹത്തിന്റെ നാളുകളാക്കി പരിശുദ്ധാത്മാവ് മാറ്റിട്ട്, അതുകൊണ്ട് ജീവന്റെ അപ്പമായിരുന്ന ക്രിസ്തുവിനെ ഈ ദിവസങ്ങൾ ധരിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ആ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ആയിരിക്കണം നിങ്ങളുടെ യാത്ര, എന്റെ യാത്ര. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഒരു ദിവസം ലോകത്തിന്റെ അത്ഭുതങ്ങളിൽ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് നയഗ്ര വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു സാഹസിക 2 തൂണ് നിർത്താനിടയിൽ, അക്കരയും ഇക്കരയും 2 തൂണ് നിർത്തിയിട്ട് ആ തൂണിൽ ഒരു നല്ലൊരു വടം വലിച്ചു കെട്ടി അല്പനേരം കഴിഞ്ഞപ്പോൾ ഇരുകരയും അനേക ജനങ്ങൾ, വ്യക്തികൾ കടന്നു വന്ന് നോക്കി എന്താ ഇന്നലകൾ വരെ കാണാത്ത ഒരു പ്രവൃത്തി. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ സാഹസികൻ ഒരു സൈഡിൽ നിന്ന് ഒരു സാധ്യത മുകളിലോട്ട് കയറി ആ വടത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടി ലെവൽ ചെയ്താണ് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. 1, 2, 3 പ്രാവശ്യം നടന്നപ്പോൾ താഴെ നിൽക്കുന്ന പുരുഷാരത്തോട് ചോദിച്ചു, ആരെങ്കിലും എന്റെ കൂടെ ഈ വടത്തിൽ നടക്കാൻ താല്പര്യമില്ല? ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല, എല്ലാവരും നിശ്ചലമായി നിൽക്കുന്നു. അതിനകത്തൂടെ ആയിരിക്കുന്ന കുഞ്ഞിന്റെ അത്രയുള്ള ഒരു ചെറിയ ബാലകൻ എഴുന്നേറ്റ് ആ തൂണിൽ പിടിച്ച് മുകളിൽ കയറി ആ മനുഷ്യന്റെ തോളിൽ കയറി ഇരിക്കാനിടയായി. തോളിൽ കയറി ഇരുന്നപ്പോൾ ഈ നേരെയുള്ള വടി പിടിച്ചിരുന്ന മനുഷ്യൻ ആ വടി ആ ബാലകന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവൻ അത് നല്ല നേരെ പിടിച്ചുകൊണ്ട് ലെവൽ പിടിച്ചുകൊണ്ട് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മനുഷ്യൻ തോളിൽ ഇരുന്നുകൊണ്ട് രണ്ടുപേരും യാത്ര ചെയ്യാം. പക്ഷെ യാത്ര ചെയ്യുമ്പോൾ ഈ വടി ഈ 2 തൂണ് നിർത്തിയപ്പോൾ അതിനകത്ത് 2 കാര്യം അവൻ ചെയ്തിരുന്നു. അക്കരയും ഇക്കരയും ആ തൂണിന്റെ അക്കരയും ഇക്കരയും 2 വെള്ളിക്കിണ്ണം കെട്ടിയിട്ടുണ്ട്. ഈ വെള്ളിക്കിണ്ണത്തിൽ നോക്കിയാണ് ഈ മനുഷ്യന്റെ സാഹസിക യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും. കുറച്ചു നേരം കഴിഞ്ഞു സാഹസിക യാത്രയൊക്കെ കഴിഞ്ഞു. 2 പേരും താഴെ ഇറങ്ങിയപ്പോൾ കേട്ടു നിന്ന പുരുഷൻ ചോദിച്ചു, ഹലോ എടാ മോനെ, നിനക്ക് പേടിയില്ലായിരുന്നോടാ? ആ മനുഷ്യൻ നീ ഇന്നലെ പോലും കാണാത്ത ആ മനുഷ്യന്റെ തോളിൽ കയറി യാത്ര ചെയ്യാൻ നിനക്ക് പേടിയില്ലായിരുന്നു? ആ കുഞ്ഞ് പറഞ്ഞു, കേൾക്കണോ, ഞാൻ എന്തിനാ പേടിക്കുന്നത്? എന്റെ അപ്പന്റെ തോളിലാണ് ഇന്ന് രാത്രി. പ്രിയ ദൈവമക്കളെ, നാം ആയിരിക്കുന്ന ആരുടെ കരങ്ങളിലാണെന്ന് അറിയാമോ? നമ്മുടെ അപ്പന്റെ കരങ്ങളിലാണ്. നാം താണുപോകാൻ, വീണുപോകാൻ, പ്രയാസപ്പെടുവാൻ, സങ്കടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. നമ്മുടെ വിഷയങ്ങളുടെ മുമ്പിൽ പരിഹാരമില്ലാതെ പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പന്റെ തോളിലാണ് യാത്രയെങ്കിൽ അപ്പൻ കരുതിക്കൊള്ളും. അപ്പൻ നോക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. ഏത് വിഷയമായിരുന്നാലും ഇന്ന് രാത്രി അപ്പന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൻ ആ കാര്യം പുലർത്തിക്കൊള്ളും. അടുത്ത നിമിഷം ആ മകൻ, ആ പുരുഷാരം ആ അപ്പനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ചെറുക്കനെയും കൊണ്ട് അക്കരയും ഇക്കരയും കുത്തൊഴുക്കായി ഒഴുകുന്ന നയഗ്ര വെള്ളച്ചാട്ടം ഒഴുകുന്നു, നിങ്ങൾക്ക് പേടിയില്ലേ, ഭയമില്ലേ?
നിങ്ങൾ എന്നാ മനുഷ്യനാ, ഈ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഈ വടത്തിൽ കൂടി നടക്കുക. ആ വ്യക്തി ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കണ്ടോ, അക്കരയും ഇക്കരയും 2 വെള്ളിക്കണ്ണം തൂക്കിട്ടിരുന്നു. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുകയാണ്. നിന്റെ വെള്ളി ക്രിസ്തുവിനെ കാണിക്കുക. ഞാൻ അങ്ങോട്ട് നടന്നപ്പോഴും ഇങ്ങോട്ട് നടന്നപ്പോഴും എന്റെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി, ക്രിസ്തുവിനെ നോക്കിയാണ് യാത്ര ചെയ്ത്. ഒരുപക്ഷെ നടന്നു നീങ്ങുന്ന എന്റെ കാൽപാദത്തിന്റെ കീഴിൽ കൂടി പ്രശ്ന സങ്കീർണമായ കുത്തൊഴുക്കുള്ള ആ നയകര വെള്ളച്ചാട്ടം കുത്തൊഴുക്കായി ഒഴുകിപ്പോകുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ ഞാൻ താഴെ വീഴുകയില്ല. എന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കിയാണ് ഞാൻ യാത്ര ചെയ്തത്. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കിയാണ് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തു നമ്മെ വഴിമധ്യേ വെച്ച് തകർത്തു കളയത്തില്ല. ആ ദൈവം നമ്മെ കരത്തിൽ പിടിച്ചോളും. ആ ദൈവം നമ്മെ കരത്തിൽ വഹിക്കും. ആ ദൈവം നമ്മെ അക്കരെ വരെ എന്ന് പറഞ്ഞാൽ നിത്യത വരെ കൊണ്ടെത്തിക്കാനിടയായിത്തീരും. മുസ്ലിമിൽ ഇറങ്ങി തിരിച്ച ജനം പലരും വാഗ്ദത്ത കനാനിൽ എത്തിച്ചേർന്നില്ല. പക്ഷേ ഈ അവസാന നാളുകളിൽ 2-ാം ഇസ്രായേലിനെ ഞാൻ നിങ്ങൾ ഓടുകയാ. എവിടേക്ക് ഓടുന്നറിയാമോ? അങ്ങ് നിത്യതയിലെത്താൻ വേണ്ടി ഓടുകയാണ്. നിത്യയിലെത്തിച്ചേരാൻ കഴിയാതെ ഒരുപക്ഷെ പ്രശ്ന സങ്കീർണമായ പല വിഷയങ്ങളും പ്രശ്ന സങ്കീർണമായ കല്ലുകൾ നമ്മുടെ കാലിൽ തട്ടി നാം ഇടറി വീഴാൻ, തകർന്നു വീഴാൻ, ഈ ഭൂമിയിൽ തരിപ്പണമായി പോകാൻ സാധ്യതയുണ്ട്. ദൈവമക്കളെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി നൽകുന്നവനുമായ യേശുവിനെ നോക്കിയോടുവാൻ ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങളെ ആ ക്രിസ്തുവിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ആ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഒരുപക്ഷെ 1-ലധികം പ്രാവശ്യങ്ങൾ ഞാൻ ആ വാക്കുകൂടെ വാക്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മെസ്സേജിന്റെ അവസാനം എനിക്കത് പറയാതെ നിർത്താൻ പറ്റുകയില്ല. ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതിയപ്പോൾ അവിടെ 4-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ എഴുതി വെച്ചു: കർത്താവ് നാം ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് രാത്രി ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ നോക്കി പാർക്കുന്ന ദൈവമക്കളെ, നമ്മെ ചേർക്കാൻ കർത്താവ് വേഗത്തിൽ കടന്നു വരുന്നു. അതിന്റെ സംഭവങ്ങളും കാലസംഭവങ്ങളും ഗതികളും വിഗതികളും എല്ലാം ഈ നാളിൽ നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുക. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. അതുകൊണ്ട് വേർപാടും വിശുദ്ധി പ്രാപിച്ച് കർത്താവിനോട് ഒരുങ്ങുവാൻ പരിശുദ്ധനായിരിക്കുന്ന കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് വായിച്ച വാക്യം, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലകളിൽ പ്രാപിക്കാത്ത, ഇന്നലകളിൽ ലഭിക്കാത്ത, ഇന്നലകൾ നമ്മുടെ കരങ്ങളിൽ എത്താത്ത ചില അനുഗ്രഹത്തിന്റെ കൂമ്പാരങ്ങൾ, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ ഈ 2025 ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അത് സഫലീകരിക്കട്ടെ, അത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ഈ വർഷത്തിന്റെ ആദ്യത്തെ മീറ്റിംഗ് ആയതുകൊണ്ട് നിങ്ങളെ ഞാൻ അതിനായി ക്ഷണിച്ചുകൊണ്ട് നല്ലൊരു ആശംസ നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കേണ്ട സമയം കർത്താവാസനം ക്രിസ്തീയ വന്ദന കൈമാറി ഇവിടെ ഇരുന്ന എല്ലാവരും മക്കൾ ഉല്ലാസപ്പെടും. എന്റെ വന്ദന കൈമാറി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുമ്പോൾ മാത്രം, ഞാൻ ഓർക്കുമ്പോൾ മാത്രമേ നിങ്ങളെ പ്രാർത്ഥിക്കത്തുള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഉറപ്പ് തരത്തില്ല, പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ഓർക്കുമ്പോൾ മാത്രമേ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ ഓർക്കുമ്പോൾ മാത്രം സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ നദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ വേലയ്ക്ക്, കർത്താവിന്റെ നാമത്തിന്റെ ആ ഒരു വളർച്ചയ്ക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഒരു വ്യക്തിക്കല്ല കൊടുക്കുന്നത്. ആമീൻ. ഒരു പാഷക്ക് കാറ് മേടിക്കാനല്ല, ഒരു പാഷക്ക് വീട് വെക്കാനല്ല കൊടുക്കണ്ടേ. ആമീൻ. നമ്മൾ കൊടുക്കുന്ന ദൈവത്തിന്റെ ആമീൻ നാമം വളരേണ്ടത്, ദൈവത്തിന്റെ രാജ്യം ആമീൻ